ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വാക്ക് ത്രൂ സെറ്റ് ചെയ്യാൻ പോകണം. വാക്ക് ത്രൂ എടുക്കണം എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. അതുപോലെ തന്നെ വാക്ക് ത്രൂ കൂടാതെ കുറച്ച് ഷോർട്സ് എടുക്കാനുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു മോഡലിൽ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ കറൻ്റ്ലി ഒരു ഓപ്പൺ ഫ്ലോർ ആണ്. അതായത് നിങ്ങൾ കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു ഫോയർ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്, ഒരു ഷൂ റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ലിവിങ് റൂം, ഒരു TV യൂണിറ്റ്, സോഫ, അങ്ങനെയൊക്കെ. നേരെ ഇപ്പോൾ ലിവിങ് റൂമിൽ നേരെ പോണത് ജസ്റ്റ് നെക്സ്റ്റ് ഒരു കോറിഡോർ പോലെയാണ്. നമ്മുടെ സ്റ്റെയർ ഏരിയ വരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പൂജ ഏരിയ. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്. പാർട്ടീഷനിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ് ഉണ്ട്. ഇവിടെ വാഷ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കിച്ചണും ഉണ്ട്. കിച്ചണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് അറ്റം വരെ നമുക്ക് ഡൈനിങ് വരെ വ്യൂ ഉള്ളതാണ്. പിന്നെ ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ്. കറൻ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ ഡബിൾ ഹൈറ്റ് ഏരിയ ഉണ്ട്. മുകളിലേക്ക് കണ്ടോ. ഡൈനിങ്ങിലൊക്കെ നിന്നാൽ നമുക്ക് സ്റ്റെയർ കാണാം. ലിവിങ്ങിലേക്കൊക്കെ വ്യൂ ഉള്ളതാണ്. ഓക്കെ, അതൊരു ഓപ്പൺ ഫ്ലോർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെ തുടക്കത്തിൽ നിന്നിട്ട് നമുക്ക് അങ്ങോട്ടകത്തേക്ക് പോകുന്നൊരു വീഡിയോ എടുക്കണം. അപ്പോൾ ഒന്നിൽ നമുക്ക് ഇങ്ങനെ 9:16 റേഷ്യോ അല്ല 16:9 റേഷ്യോ യൂട്യൂബിൻ്റെ ഒരു വീഡിയോ പോലെ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 9:16 എടുക്കാം. ഒരു കാര്യം ചെയ്യാം, നമ്മൾ യൂട്യൂബിലേക്ക് ഇടാൻ പാകത്തിന് അല്ലെങ്കിൽ ഫോണിലൊക്കെ കാണാൻ ആയിട്ട് ഇപ്പോൾ റീല് പോലെ ഇടാനായിട്ട് എടുക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് നോക്കാം, വൈഡായിട്ട്. ഞാൻ ആംഗിളപ്പോൾ കുറച്ച് ക്യാമറയിലേക്ക് പോയിട്ട് ഞാൻ നോക്കുകയാണ് എത്രയിലാണ് സെറ്റ് ആവുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു 75 ആംഗിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്യാമറ ഹൈറ്റ് ഇതുപോലെ തന്നെ ഒരു 1.5 ആണെങ്കിൽ ആണ് നമ്മുടെ ഒരു ഐ ലെവൽ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഞാൻ എന്നിട്ട് 2 പെർസ്പെക്റ്റീവ് ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന എപ്പോഴും നമുക്ക് ഈ ലൈൻസ് എല്ലാം പാരലായിട്ട് തന്നെ ഇരുന്നോളും. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ അത് മൂവ് ചെയ്യണം. നമുക്ക് നേരെ ഞാനൊരു സീൻ സെറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഒരു സീൻ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നു. നേരെ ക്യാമറയിലേക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ സീൻ എടുക്കുന്നു. ഞാൻ ആഡ് കറൻറ്റ് വ്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് റേഷ്യോ ഞാൻ 16:9 വലുതാക്കി കൊടുക്കുന്നു. സീനിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക. 16:9 ആയി. എൻ്റെ തുടക്കം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇത് പുറകെ ഡോറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് പോകണം. പക്ഷേ എനിക്കിവിടെ ഫോയർ ഒന്നും കാണുന്നില്ല. നമ്മളിവിടെ ലിവിങ്ങിൽ പോയി ഒരു കറങ്ങി അടിച്ചിട്ട് ഫോയർ കാണിക്കുന്ന രീതിയിൽ പോകേണ്ടി വരും നമുക്ക്. ഓക്കെ, അത് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് ഇവിടെയാണ്. ഓക്കെ, ലിവിങ്ങിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നേരെ നമ്മുടെ മുന്നിലേക്ക് നീക്കുക. ഇവിടം വരെ എത്തിയിട്ട് നേരെ ഈ ഒരു ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് അഡീഷണൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതേ നേരെ അവിടേക്ക് എത്തി. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോവുകയും ചെയ്യണം, എന്നാൽ ഇങ്ങോട്ട് വരികയും ചെയ്യണം. അതാണ് നമ്മുടെ മോട്ടോ. ജസ്റ്റ് അത് പ്ലേ ചെയ്ത് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ W ഞെക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ ക്യാമറ തിരിച്ചു കൊടുക്കാൻ പോവാം. പക്ഷേ മൂവ്മെൻറ്റ് സ്പീഡ് ഇപ്പോൾ 5 ആണ്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാണ്. മൂവ്മെൻറ്റ് സ്പീഡ് കണ്ട 1 ആയി. അപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്നിട്ടല്ല, ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒപ്പം വളയണം. ഞാൻ ഇങ്ങനെ ഇത്ര ആക്കിയിട്ട് ഒരു സീൻ സെറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കറക്കി കൊടുക്കണം. ജസ്റ്റ് കറക്കി ഇങ്ങനെ കറക്കി ഒരു സീൻ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ കറക്കി ഒരു സീൻ സെറ്റ് ചെയ്യുക. ഇങ്ങനെ കറക്കി ഒരു സീൻ സെറ്റ് ചെയ്യുക. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കി, ചിലപ്പോൾ കൊളാവും. ഓക്കെ, വ്യൂ കിട്ടി. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, സോഫ. ഇതേ നമ്മളിതേ നേരെ ഫോയറിൻ്റെ അവിടേക്ക് എത്തി. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോയറിൻ്റെ ഇങ്ങോട്ടൊന്ന് പോവാം. ഒരു സീൻ സെറ്റ് ചെയ്യുക. അഡീഷണലായിട്ട് നമുക്ക് ഓക്കെ വന്നു സീൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമ്മൾ വന്ന് ഇതേ ഷൂ റാക്ക് നമ്മൾ കാണിച്ചു. നേരെ പോവാണ്. ഇവിടേക്ക് സീൻ സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വരുന്നു, സീൻ സെറ്റ് ചെയ്യുക. അവിടെ നിന്ന് വളയുക, സീൻ സെറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ സീൻ സെറ്റ് ചെയ്യുക. ഇങ്ങോട്ട് വളയുക, സീൻ സെറ്റ് ചെയ്യുക. ഇങ്ങോട്ട് വളയുക, സീൻ സെറ്റ് ചെയ്യുക. ഇങ്ങനെ വളയുക, സീൻ സെറ്റ് ചെയ്യുക.
നേരെ വെച്ച് പിടിക്കുക. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്നു, സീൻ സെറ്റ് ചെയ്യുന്നു. മൊത്തത്തിൽ ഒന്ന് വെറുതെ പ്ലേ ചെയ്ത് നോക്കാം. അവിടെ ആ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാം. TV യൂണിറ്റ് കാണും. പക്ഷേ ഈ പറഞ്ഞ പോലെ 16:9 എടുക്കുമ്പോഴുള്ള പ്രശ്നമാണ്, നമ്മൾ ഒരുപാട് നമുക്ക് വൈഡായി കഴിഞ്ഞ് ഡിസ്റ്റോർഡ് ആവുകയും ചെയ്യും. എന്നാൽ നമുക്കെല്ലാം മര്യാദക്ക് എടുത്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടേയില്ല. അപ്പോൾ നമ്മുടെ സോഫയൊന്നും നമുക്ക് കാണുന്നില്ല, കട്ടായി പോകുന്നൊരു ഇഷ്യൂ നമ്മളോട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഡൈനിങ്ങിൽ കയറിയാൽ ഡൈനിങ് ടേബിളിൻ്റെയൊക്കെ മുകളിൽ കൂടിയാണ് പോകുന്നത്. നമുക്ക് അത്രയും വൈഡല്ല നമ്മുടെ ഷോട്ട്. പക്ഷെ ഒരുപാട് വൈഡാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ക്യാമറ ഡിസ്റ്റോർട്ടഡ് ആവും. അതുകൊണ്ട് എപ്പോഴും വാക്ക് ത്രൂ എടുക്കുമ്പോൾ നല്ലത് 9:16 നമ്മൾ റീലൊക്കെ എടുക്കുന്ന ആ ഒരു റേഷ്യോയിൽ എടുക്കുന്നതാണ്. ഇപ്പം എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോണ പോക്കിൽ ഇവനിപ്പോൾ ഇങ്ങനെ പോയി കിച്ചണിലേക്ക് എൻ്റർ ചെയ്ത് കണ്ടില്ലേ. അങ്ങനെയാണ് നമ്മൾ ഈ 16:9 എടുക്കണം. ഇനി നമുക്ക് നേരെ 9:16 നോക്കാം. ഞാൻ പുതിയ ക്ലിപ്പ് ആഡ് ചെയ്യണം. ഫസ്റ്റ് ഷോട്ടിലേക്ക് ഞാൻ പോകുന്നു. എൻ്റെ സീൻ ഞാൻ ആഡ് ചെയ്തു. ക്ലിപ്പിൽ പോയിട്ട് ഞാൻ എന്ത് കസ്റ്റം റേഷ്യോ മാറ്റി 9:16 ആക്കി ഞാനൊന്ന് സെറ്റ് ചെയ്യുക. ഇത് വലിയ കുഴപ്പമില്ല. എൻ്റെ ക്യാമറ 75 ആണെങ്കിലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് സീൻ അപ്ഡേറ്റ് ചെയ്യുന്നു. ഞാൻ പോവുക നേരെ കേട്ടോ. ഇപ്പം എൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്നുള്ള വ്യത്യാസം വന്നിട്ടില്ലേ. ജസ്റ്റ് സീൻ സെറ്റ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് മൂവ് ചെയ്ത് TV യൂണിറ്റ് കാണിച്ചു. സീൻ സെറ്റ് ചെയ്യുക. നേരെ ഈ സൈഡിലെ യൂണിറ്റ് കാണിക്കുന്നു. സീൻ സെറ്റ് ചെയ്യുന്നു. നേരെ സോഫ സീൻ സെറ്റ് ചെയ്യുക. സോഫ ഫുള്ള് ഓക്കെ, സീൻ സെറ്റ് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഫോയറിൻ്റെ അങ്ങോട്ട് കുറച്ച് കാണിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സീൻ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സീൻ. നമുക്കിവിടെ പൂജ യൂണിറ്റ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് പൂജ യൂണിറ്റ് കാണിക്കാം. ഇതിനകത്തേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ പൂജ യൂണിറ്റ് കാണിക്കാം. ഇവിടെ ഒറ്റ തിരിക്കാം, അല്ലെങ്കിൽ അല്ലണ്ടാവും. നമുക്ക് തൽക്കാലം ഇങ്ങനെ കറക്കി തിരിച്ച് തന്നെ പോവാം. സീൻ സെറ്റ് ചെയ്യുക. നേരെ വരാം. സീൻ സെറ്റ് ചെയ്യുന്നു. പുള്ളി കുഴപ്പമില്ല, നമുക്ക് നേരെ തന്നെ പോവാം. അറ്റം വരെ പോയിട്ട് കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് സീൻ സെറ്റ് ചെയ്യുക. ഇവിടുത്തെ വ്യൂ എന്താണെന്ന് കാണണമെങ്കിൽ ഇങ്ങനെ അത് സീൻ സെറ്റ് ചെയ്യുക. നേരെ തിരിക്കുക. സീൻ സെറ്റ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ പോയിട്ട് ഡൈനിങ്ങിലേക്ക് വളയുന്നു, സെറ്റ് ചെയ്യുന്നു. ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യണം. ഇപ്പം നമുക്ക് ഡബിൾ ഹൈറ്റൊക്കെ നല്ല വ്യൂ ആയി. അവിടുന്ന് അങ്ങനെ നടന്ന് പോകുന്ന പോലെ ഇങ്ങനെ ചെല്ലുന്നു. സീൻ സെറ്റ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് വാഷിൻ്റെ ഒരു വ്യൂ കൊടുക്കുന്നു. വാഷ് എടുക്കുന്നു. നേരെ കിച്ചണിലേക്ക് സീൻ സെറ്റ് ചെയ്യുക. അവിടുന്ന് അങ്ങനെ കിച്ചൺ വരെ എത്തി. ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. നമുക്ക് നോക്കാം. TV യൂണിറ്റ് സൈഡിൽ ആ ഒരു ഡോൾ യൂണിറ്റ് നമ്മളിവിടെ സോഫ ആയിട്ടുണ്ട്. പക്ഷേ ഈ ബാത്റൂമിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വെച്ചാൽ ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പോകുന്ന പാത്തിലാണ് അയാൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പോസ് ചെയ്ത് നോക്കേണ്ടി വരും. ഞാൻ 360 റെൻഡേഴ്സ് ഞാൻ പറയുന്നത്, അത് പ്രൊമോട്ട് ചെയ്യുന്ന കാരണം അതുകൊണ്ടാണ്. കാരണം അത് ക്ലയൻറ്റിന് ഇഷ്ടമുള്ള പോലെ മൂവ് ചെയ്ത് കാണാവുന്നതാണ് വീട്. ഇതിപ്പോൾ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്ത ഒരു പാത്തിലൂടെയാണ് നമ്മുടെ ക്യാമറ പോകുന്നത്. അതൊന്ന് ആലോചിക്കണം. അവിടെ വന്ന് തിരിഞ്ഞു, പൂജയുടെ അവിടെ വന്ന് തിരിഞ്ഞു, നേരെ പുറത്തേക്ക് പോകണം. ഇപ്പോൾ ക്ലയൻറ്റ് ഇത് കാണണമെങ്കിൽ തന്നെ ഇത് പോസ് ചെയ്ത് കാണേണ്ടി വരും. ഓരോന്ന് എവിടെ എന്താണുള്ളതെന്ന് അറിയാമെങ്കിൽ. നമ്മൾ ആ ഒരു ഓപ്ഷൻ ചെയ്യാതെ 360 ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. വാക്ക് ത്രൂ എടുക്കുന്നത് ഇങ്ങനെ ഡബിൾ ഹൈറ്റൊക്കെ കണ്ടോ. ഈ ഒരു വ്യൂവിലും ഡബിൾ ഹൈറ്റൊക്കെ വിസിബിൾ ആവുന്നത്. ഏതാണ്ട് എല്ലാ റൂമും നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ വാക്ക് ത്രൂ ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും മേജർ കാര്യം എന്ന് വെച്ചാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വാക്ക് ത്രൂയിലേക്ക് വരാൻ പാടുള്ളൂ. ഫുൾ റെൻഡറിങ് മീൻസ് ഫുൾ മെറ്റീരിയൽ എല്ലാം ആഡ് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന പോലെ നമുക്ക് റെസൊല്യൂഷൻ 1080p 30 fps നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് ഞാൻ ക്യൂവിലേക്ക് ഇട്ടേക്കാം. ഇതും ക്യൂവിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ റൂം നോക്കുവാണെങ്കിൽ നമ്മൾ ഫുൾ മെറ്റീരിയൽ കൊടുത്ത് എവിടെയൊക്കെ ലൈറ്റെല്ലാം ഓണാക്കി കഴിഞ്ഞ് നമ്മുടെ അകത്തേക്ക് വരുന്ന സൺലൈറ്റ് അടക്കം
കറക്റ്റ് ഒരു ആംഗിളിലൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പം എനിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം നമ്മുടെ മെയിൻ ലൈറ്റ് വരുന്നത് ഡൈനിങ്ങിലെ ഇത് ശരിക്കും ഒരു ഡോർ അതിൻ്റെ അപ്പുറത്ത് കണ്ടോ, 2 സ്ലൈഡിങ് ഡോർ ഉണ്ട്, 3 ഇതിലും അത് നമ്മുടെ മുകളിലെ വിൻഡോ, ഈ 2 വിൻഡോയിലൂടെയാണ് മെയിൻ ലൈറ്റ് വീടിനകത്തേക്ക് കയറുന്നത്. അതെനിക്ക് അങ്ങനെ ആ ഒരു ആംഗിളിൽ കയറുകയാണെങ്കിൽ മാക്സിമം ഇലുമിനേഷൻ ഉണ്ടാവുക എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ലൈറ്റ് ആ ഒരു ആംഗിളിൽ വെച്ചു. കാരണം ബാക്ക് ത്രൂവിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുട്ട് നല്ല വെളിച്ചം എന്ന രീതിയിൽ കാണേണ്ടി വരും. അപ്പോൾ അതിന് പകരം മാക്സിമം ഇലുമിനേറ്റ് ആവുന്ന രീതി വെച്ചു. അതുപോലെ തന്നെ ഞാൻ എക്സ്പോഷർ എൻ്റെ രീതിക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ചിട്ടുണ്ട് എക്സ്പോഷർ, ഭയങ്കര ലൈറ്റായിരുന്നു. എൻവയോൺമെൻറ്റിൽ പോകുകയാണെങ്കിൽ സൺലൈറ്റിനനുസരിച്ച് ഞാൻ 10 ആയിട്ടിരിക്കുന്നത്. മാക്സിമം ലൈറ്റ് അകത്തേക്ക് കയറുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് വാക്ക് ത്രൂ എടുക്കുന്നത്. അതായത് ഏറ്റവും ലാസ്റ്റ് വരെ വാക്ക് ത്രൂ എടുക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ഇരുട്ട് പ്രശ്നമുണ്ട്. വേണമെങ്കിൽ എനിക്ക് മുകളിൽ നിന്ന് ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കായിരുന്നു. പക്ഷെ നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് പോകണ്ടാത്തതുകൊണ്ട് ഞാൻ അധികം ചെയ്തിട്ടില്ല. അപ്പോൾ വാക്ക് ത്രൂ എടുക്കുന്ന രീതി ഇതാണ്. ഇപ്പം നമുക്കിനി കുറച്ച് കുറച്ച് രസകരമായ ഷോർട്സ് വല്ലതും കിട്ടുമോ നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ TV യൂണിറ്റിൻ്റെ നമുക്കൊരു ഒരു ബൊക്കെ ഷോർട്സ് എടുക്കാൻ പറ്റുമോ? ഒന്ന് സീൻ ആഡ് ചെയ്യുക, ഇവിടേക്ക് വരാം, നേരെ ക്യാമറയിലേക്ക് പോവുക. എൻ്റെ ഫോക്കൽ ലെങ്ത് 50 mm. ഓക്കെ, ഈ ഒരു ഷോട്ട് വലിയ കുഴപ്പമില്ലല്ലോ. ഡെപ്ത് ഓഫ് ഫീൽഡ് എടുക്കുന്നു, നേരെ TVക്ക് കൊടുക്കുക, ബ്ലറ് ഫുള്ളാക്കുക. ഇവിടെ ഈ ഒരു ഭാഗം ബ്ലറായി. ഇങ്ങനെ എടുക്കുമ്പോൾ ഫോക്കസ് നമുക്ക് കിട്ടുന്ന TVയിലേക്കാണ്. അതൊരു ഷോട്ട്. ഞാൻ കുറച്ചും കൂടി ഹൊറിസോണ്ടലിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഷോട്ട് എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ. പറഞ്ഞ മതിലിനകത്തേക്ക് കയറി പോകണം, പ്രശ്നമുണ്ടാവും. ഈ ക്ലോക്കൊക്കെ ശരിക്കും വർക്കിംഗ് ആണല്ലേ, ഇപ്പോഴറിയാം. ഇത്രയും വേണ്ട, ഇങ്ങനത്തെ ഒരു ഷോട്ടൊക്കെയാണ് നല്ലത്. നമുക്ക് ഇവിടെ ഒരു ബ്ലർ എഫക്റ്റ് കിട്ടുകയും ചെയ്യും, എന്നാൽ നമ്മുടെ TV കാണുകയും ചെയ്യാം. ആ രീതിയിൽ നമ്മളിങ്ങനെ മതിലിൻ്റെ അകത്തു നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബ്ലർ കിട്ടും. നമുക്ക് ഇത് കൊള്ളാം, നല്ല ഭംഗിയുള്ള ഷോട്ട്. ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എടുക്കാനുള്ളത് ഡൈനിങ്ങിൽ നമുക്ക് ചിലപ്പോൾ നല്ലൊരു ഷോട്ട് കിട്ടും. പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു കാണാൻ കൊള്ളാവുന്നൊരു ഷോട്ടാണ്. ബ്ലർ ഇച്ചിരി കുറച്ച് കഴിഞ്ഞാൽ വേണ്ട, ഫുള്ള് കിടന്നോട്ടെ. ഇത് നമുക്ക് സീൻ ആഡ് ചെയ്യാം. ഇനി ഏതുള്ള കിച്ചണിൽ വേണോ? കിച്ചണിൽ ഈ ഒരു ഭാഗം കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു, പക്ഷേ വലിയ ലുക്കില്ല, വേണ്ട. നമുക്ക് റേഷ്യോ 1:1 ആക്കിയാൽ നമുക്കിതുപോലെ തന്നെ ആംഗിളൊക്കെ ഒന്ന് കുറച്ച് കൊടുത്ത് കുറച്ച് ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ ഇട്ട് വേണമെങ്കിൽ പ്ലാന്റ് എടുക്കണമെങ്കിൽ എടുക്കാം. ഓവൻ, ഫ്രിഡ്ജ്, GTPT ഇതിൻ്റെയൊക്കെ ഷോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആപ്പിൾ ഉണ്ട്, പാൻ കേക്ക്സ് ഒക്കെ ഇരിപ്പുണ്ട്. വേണ്ട, നമുക്ക് ഡൈനിങ്ങിൻ്റെ തന്നെ നോക്കട്ടെ. ഇങ്ങനത്തെ ഷോട്ടൊക്കെ നല്ല ഭംഗിയല്ലേ, നമ്മുടെ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന പോലെ. അവിടെ നോക്കിയിട്ട, അപ്പോൾ അങ്ങനെ എടുക്കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം, വലിയ കുഴപ്പമില്ല. അതൊന്ന് സീൻ ആഡ് ചെയ്തേക്കാം. പിന്നെ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ സ്റ്റെയർ ഏരിയ കാര്യമില്ല, നമ്മളിങ്ങനെ വെച്ച് നോക്കുക, എവിടെയെങ്കിലൊക്കെ ഫോക്കസ് ഇങ്ങനെ അടിച്ച് നോക്കുക. കണ്ടോ, വാഷിലേക്ക് അടിക്കുമ്പോൾ അങ്ങനെ ഒരു ലുക്ക്. പിന്നെ സോഫയിലേക്കാണെങ്കിൽ സോഫയിലേക്ക് ഇവിടെ ലൈറ്റ് ഭയങ്കരമായിട്ട് വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ എൻവയോൺമെൻറ്റിൽ പോയിട്ട് അസിമുത്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് കൂടുതൽ വന്ന് വേണമെങ്കിൽ സോഫയിൽ എടുക്കുക. പക്ഷേ ഇതിൻ്റെ കളറൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. ഇവിടെ പില്ലോൻ്റെയൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഭംഗിയുണ്ടാവും. ഇങ്ങനെ ഒരു ഷോട്ട്, ഒരു വൈഡായിട്ടൊരു ഷോട്ട് എടുത്താലും കുഴപ്പമില്ല, ലുക്കാണ്. ഈ റൂം, സോഫയും TV എല്ലാം കാണുന്ന രീതിയിൽ ബൊക്കെ ഇല്ലാതെ എടുക്കുക. ബൊക്കെ വേണമെങ്കിൽ നമ്മളിനി ആംഗിൾ കുറയ്ക്കേണ്ടി വരും, അത് വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. എല്ലാം പെടുന്ന പോലെ ഷോട്ട് ഇതും ഇരിക്കട്ടെ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ചുമ്മാ ബൊക്കെ ഷോട്ട്സ് ഇപ്പോൾ എടുത്ത് ഒന്ന് നോക്കിയതാണ്. ഇങ്ങനെയൊക്കെ റെൻഡർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലും ആദ്യത്തെ ഷോട്ട് രജിസ്റ്റർ ആയില്ല. അയ്യോടാ, ആ സീനിലിട്ടാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് അല്ലേ.
അത് പോയി. കുഴപ്പമില്ല, ഡൈനിങ്ങിൻ്റെ കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ ബൊക്കെ ഷോട്ട്സ് അങ്ങനെ എടുക്കാം. നേരത്തെ കണ്ടുപോലെ വാക്ക് ത്രൂസ് എടുക്കാനായിട്ട് എളുപ്പ പരിപാടി അതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുതിയൊരു മോഡൽ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാക്ക് ത്രൂ എടുക്കുന്നത് കാണിച്ചെന്നുള്ളൂ. ഓപ്പൺ ഫ്ലോർ പ്ലാൻ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായില്ല. എൻ്റെ പഴയ വീഡിയോയിലുണ്ട്, പുതിയതായിട്ട് കുറേ ആളായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വാക്ക് ത്രൂ അപ്പോൾ എടുക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് സീൻ സെറ്റ് ചെയ്ത് ഓടി നടക്കാവുന്നുള്ളൂ. എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് പിന്നെ റെൻഡർ ചെയ്തെടുത്ത് കഴിഞ്ഞ് 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ വീഡിയോ നമുക്ക് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്യുക കമൻസിൽ. ഓക്കെ, താങ്ക് യു.